ഇങ്ങനെയാണോ പഠിക്കേണ്ടത്, അയ്യോ ഈ ബുക്ക് നോക്കിയാണോ പഠിക്കേണ്ടത്, കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് പഠിക്കുന്നതും നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് സ്ട്രോങ് ആക്കണം. ഓൺലൈനായി എടുക്കുന്നവർ ഇനി കൂടുതലും ഓഫ്ലൈൻ ടെസ്റ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഹായ് സർ. ഹലോ. സോ ഈ വർഷത്തെ UPSC സിവിൽ സർവീസ് എക്സാം പ്രിലിംസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ആസ്പിറൻസ് കൊടുത്തു കഴിഞ്ഞു. ഓൺ ആൻ ആവറേജ് എല്ലാ വർഷവും 10,000+ ആൾക്കാർ പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്യാറുണ്ട്. പക്ഷേ പ്രിലിമിനറി എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്നില്ല. സോ ജസ്റ്റ് UPSC ഈ ഒരു പ്രിലിമിനറി എക്സാമിനെ ഒരു സ്ക്രീനിങ് സ്റ്റേജായി മാത്രമാണോ കാണുന്നത്? എന്താണ് സാറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ക്രീനിങ് ആണെന്ന് പറയാം. കാരണം നമുക്ക് വലിയൊരു ഫ്യൂ ലാക്സ് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു 10,000+ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും UPSC സിവിൽ സർവൻസിൽ ഉണ്ടാകണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ക്വാളിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റേജിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത് അതിനകത്ത്. ഒന്ന്, UPSC ഒരു സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് ഒട്ടും ഡീറ്റെയിൽഡ് അല്ല. അപ്പോൾ നമ്മൾ PVQ-യിലൂടെയൊക്കെ പോയാൽ മാത്രമേ നമുക്കിതിൻ്റെ ടോപ്പിക്സൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അങ്ങനെ ടോപ്പിക്സൊക്കെ മനസ്സിലായതിന് ശേഷം ഒരാൾ ഒരു ആസ്പിരൻ്റ് അത് എത്രത്തോളം പ്രിപ്പയർ ചെയ്താണ് വരുന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു സീരിയസ്നെസ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ പരീക്ഷ ആണെന്നില്ല, ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് നമ്മൾ, എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജോബിൻ്റെ ഒരു നേച്ചർ നോക്കുകയാണെങ്കിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളേജ് കാണില്ല ഒരു കാര്യത്തെപ്പറ്റി. അതേപോലെ നമുക്ക് റിസോഴ്സസിലൊക്കെ ഒരു ക്രഞ്ച് ഉണ്ടായിരിക്കും. നമുക്ക് മെറ്റീരിയലും പേഴ്സണലും ഒന്നും ആവശ്യത്തിനുണ്ടായിരിക്കില്ല. എന്നാലും നമ്മളൊരു ഡിസിഷൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോവാം. ചിലപ്പോൾ മീഡിയയും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ക്രിട്ടിസൈസും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് UPSC ഇങ്ങനെ കുറച്ചൊരു അൺസർട്ടൺ ആയിട്ടുള്ള നമുക്ക് കൃത്യമായി പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ചോദ്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് പിടിച്ച് മേ ബി 1-2 ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷമുള്ളത് നമ്മൾ ആലോചിച്ച് മേ ബി അതിൽ ഒരെണ്ണത്തിലേക്ക് ഒരു ലോജിക്കലി നമ്മൾ എത്തുന്നു. പക്ഷേ എന്നാലും നമുക്ക് 100% ഉറപ്പൊന്നുമില്ല. അപ്പോൾ അവിടെ UPSC ഈ ഒരു നമ്മുടെ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും നമ്മുടെ ഒരു അനാലിസിസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഡിസിഷൻ മേക്കിങ്ങും ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നുള്ളൊരു കമ്പോണൻറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ജോബിലുള്ള വേറൊരു കാര്യമാണ് കുറച്ചൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് വരും. അപ്പം നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ സമയമില്ല അല്ലെങ്കിൽ നമ്മളത് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് UPSC പലപ്പോഴും ഒരു പുതുമ പെട്ടെന്ന് കൊണ്ടുവരിക. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇയറിൽ നമ്മൾ പോകുമ്പോഴത്തേക്കായിരിക്കും ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരികയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള ഓപ്ഷൻ്റെ എണ്ണം കൂട്ടുന്നു, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ചോദിക്കാത്ത ഒരു സബ്ജക്റ്റിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നു. സോ അങ്ങനത്തെ കുറച്ചൊരു സർപ്രൈസ് എലമെൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ആ എക്സാം ഹാളിൽ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതും UPSC ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സിവിൽ സർവൻസിന് വേണ്ട ചില ക്വാളിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടി UPSC ഈ ഒരു എക്സാമിനേഷൻ ഈ ഒരു സ്റ്റേജിനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ വേണം നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ചെക്കിങ് ചെയ്യുന്ന ഒരു സ്റ്റേജായിട്ട് കാണും. ശരിയാണ്, നമുക്കൊരു സിവിൽ സർവൻസിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. സത്യത്തിൽ അത് വളരെ ഒരു ഡീറ്റെയിൽഡ് ആൻസർ വേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് 2 കാര്യത്തിലാണ് ഇപ്പോൾ ഫോക്കസ് വേണ്ടത്. ഒന്ന്, നമ്മളുടെ കണ്ടൻറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി. 2, നമ്മൾ ഈ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി. അതായത് പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ്. അപ്പോൾ അതിൽ കണ്ടൻറ്റ് സൈഡ് പറയുകയാണെങ്കിൽ അപ്പോൾ കണ്ടൻറ്റിൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റുകളൊക്കെ എടുത്ത് തുടങ്ങിയവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ടെസ്റ്റൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, UPSC സ്ഥിരമായി ചോദിക്കുന്ന ചില ഏരിയാസ് നമുക്ക് വീക്കാണ്. ഓക്കെ, ആ ഏരിയ നമ്മൾ സ്ട്രോങ് ആക്കണം. അതിന് വേറെ സൊല്യൂഷനൊന്നുമില്ല. അതായത് നമ്മൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, UPSC ചോദിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ അവിടെ ഇനി അധികം എഫേർട്ട് ഇടണമെന്ന് ഞാൻ പറയത്തില്ല. റിവിഷനൊക്കെ ചെയ്യണം, പക്ഷേ എന്നാലും അതിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. അതുപോലെ UPSC ചോദിക്കാൻ തീരെ ചാൻസ് ഇല്ലാത്ത ഏരിയാസും ഉണ്ട്. അവിടെയും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, UPSC എങ്ങാനും ചോദിച്ചാലോ എന്ന രീതിയിൽ ഏറ്റവും ബേസിക്സ് ഒക്കെ പഠിക്കാം. അതേസമയം UPSC സ്ഥിരമായി ചോദിക്കുന്നതും നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് സ്ട്രോങ് ആക്കണം. നമ്മുടെ നോളേജ് UPSC ചോദിക്കുന്ന ആ ഒരു ഏരിയയും നമ്മുടെ നോളേജും വളരെ അലൈൻഡ് ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്. വീക്ക് ഏരിയാസ് നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുവരാം.
ഇനി സ്റ്റുഡൻസ് ടെസ്റ്റുകൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ഒബ്വിയസ്ലി ആസ്പിരൻസ് എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഐലേണിൻ്റെ ഭാഗമായിട്ട് തന്നെ IPTS ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ടെസ്റ്റ് സീരീസ് ആണെങ്കിലും നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡിൽ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ആസ്പിരൻറ്റും ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടത് കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് കിട്ടാവുന്ന 2 മാർക്ക് അത് ഒരു വിധയും നഷ്ടപ്പെടാത്ത രീതിയിൽ മാർക്ക് ലീക്കേജ് കുറയ്ക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പെട്ടെന്നൊരു അത് ടൈം എടുത്ത് വായിക്കാതെ ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്ന പോലെ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാവും. അതിൻ്റെ പേരിൽ ഓവർ കോൺഫിഡൻ്റ് ആയ ഒരു ഉത്തരത്തിലോട്ട് എത്താതെ ടൈം എടുത്ത് ആ ക്വസ്റ്റിനെ വായിക്കുക. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റിനെ കാണുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ UPSC ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഒരു ചെറിയ അശ്രദ്ധ മൂലം ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്ന ആ 2 മാർക്ക് ലീക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ടോപ്പിക്ക് കണ്ടു, ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, അപ്പോൾ അത് എൻറ്റയർലി നമ്മൾ പ്രിജുഡിസ് ആവരുത്. അതായത് ഇതെനിക്ക് അറിയില്ല എന്നുള്ളത്. നമ്മൾ സമയമെടുത്ത് ആ ക്വസ്റ്റിനെ വായിച്ചാൽ ഒരുപക്ഷെ UPSC ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഈസ്റ്റർ എഗ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. സോ ടൈം എടുത്ത് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. സോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടെസ്റ്റ് 2 രീതിയിൽ പലരും എടുക്കാറുണ്ട്. ഓഫ്ലൈനായി എടുക്കാറുണ്ട്, ഓൺലൈനായി എടുക്കാറുണ്ട്. അപ്പോൾ ഓൺലൈനായി എടുക്കുന്നവർ ഇനി കൂടുതലും ഓഫ്ലൈൻ ടെസ്റ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാര്യം ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ റിയൽ ലൈഫ് എക്സാം എൻവയോൺമെൻറ്റിൽ തന്നെ ചെയ്യണം. അതായത് ടെസ്റ്റ് എടുക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അത് OMR ബബിൾ ചെയ്യുന്നു. സോ OMR ബബിളിങ്ങും ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ കെയർഫുൾ ആയിട്ട് OMR ബബിൾ ചെയ്യുന്നത് നമുക്ക് കിട്ടേണ്ട ഇതേപോലെ തന്നെ 2 മാർക്ക് ലീക്കേജ് ഇല്ലാതെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ OMR ബബിൾ ചെയ്യുക, ഓഫ്ലൈനായിട്ട് ടെസ്റ്റ് എടുക്കുക, ആ റിയൽ ലൈഫ് എക്സാം എൻവയോൺമെൻറ്റിൽ തന്നെ ടെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളതുണ്ട്. ഏത് സമയത്ത് പ്രൊഡക്റ്റീവ് ആകുമെന്ന് വെച്ചാൽ ഈ എക്സാമിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു 9:30 to 11:30, അത് ആഫ്റ്റർനൂൺ ആണെങ്കിൽ 2:30 to 4:30. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു സമയത്ത് മാക്സിമം പ്രൊഡക്റ്റീവ് ആവുക. അത് ടെസ്റ്റ് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുക. മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഈ ഒരു ഇനിയുള്ള ടൈം പീരീഡ് യൂസ് ചെയ്യണമെന്ന് ടെസ്റ്റിലൂടെ നമുക്കത് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. സോ ഈ ഒരു എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, അതായത് പ്രിലിമിനറി എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നാണ് സാറിനോട് ഒരാൾ ചോദിച്ചാൽ സാറ് മറുപടി പറയുക? നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ഓക്കെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഈ 10 ലക്ഷത്തിൽ കുറേ പേര് ആബ്സെൻറ്റീസാണ്, കുറേ പേര് എഴുതുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് എക്സാമിനേഷന് പോയിരിക്കുമ്പം മനസ്സിലാവും നിങ്ങളുടെ ഹാളിലും കുറേ പേര് ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളതിൽ കുറച്ച് പേര് സീരിയസ് ആസ്പിരൻസ് അല്ല, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന കുറേ പേരുണ്ടാവും. ഓക്കെ, മേ ബി അവർ ചിലപ്പം ജസ്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ വരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ജസ്റ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പം സത്യത്തിൽ സീരിയസ് ആസ്പിരൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ചെറിയ നമ്പറാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ ഉള്ളൂ സീരിയസ് ആസ്പിരൻസ്. അപ്പോൾ ആ 2 ലക്ഷം 3 ലക്ഷത്തിൽ അതിലൊരു 10,000 ആകുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റു പല എക്സാമിൻ്റെയും ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പോലെ നിങ്ങളുടെ ഓരോ ഏജ് ഗ്രൂപ്പിലും ഒരു 2 കോടി ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോൾ 24 വയസ്സുള്ള മിനിമം 2 കോടി ഇന്ത്യക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ഏജ് ഗ്രൂപ്പിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പം വെറും 2-3 ലക്ഷമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ കോമ്പറ്റീഷൻ കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം, ബേസിക് ഫാക്ട്സ് ക്ലിയർ ആയിരിക്കണം. പിന്നെ ഒരു 100-200 കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ബേസിക് ലോജിക്കൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതൊരു ജനറലിസ്റ്റ് എക്സാമിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം പോലും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെ ഉള്ള ചോദ്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു 1 സ്റ്റെപ്പ് ലോജിക്ക് മാത്രമേ ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. ഡിഫിക്കൽട്ട് ചോദ്യം എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ഫാക്ച്വൽ ചോദ്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര കോംപ്ലക്സ് സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എത്രത്തോളം എന്താണ് പറയുക, എങ്ങനെ നമ്മളിതിനെ കാണുന്നു, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിത് കിട്ടാൻ പറ്റും എന്ന് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും, അതിനനുസരിച്ച് അയാളുടെ വീക്ക് ഏരിയാസ് അഡ്രസ്സ് ചെയ്യും, അതിനനുസരിച്ച് അയാളുടെ എക്സാമിനേഷനിൽ അയാൾക്കുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. അയാൾ ഫൈനലി പതിയെ ആ എക്സാമിന് വേണ്ട ഡിമാൻഡ് മീറ്റ് ചെയ്യുകയും അയാൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും.
ആദ്യം തന്നെ ഇത് പാടാണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഒരു കാര്യം പഠിക്കും, അയ്യോ ഇതിങ്ങനെയാണോ പഠിക്കേണ്ടത്, അയ്യോ ഈ ബുക്ക് നോക്കിയാണോ പഠിക്കേണ്ടത്, ഈ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതിയോ, ഇത്ര ടെസ്റ്റ് എടുത്താൽ മതിയോ, അങ്ങനത്തെ ഒരു നമ്മളുടെ തന്നെ വർക്കിനെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകും. സത്യത്തിൽ എനിക്ക് കിട്ടും, ഞാനിത് മര്യാദയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നമ്മൾ വർക്കും അതിനനുസരിച്ചിടും. എക്സാം ഹാളിൽ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പരമാവധി ചോദ്യങ്ങൾ ശരിയാക്കും, നമ്മൾ ക്ലിയർ ചെയ്യും. ഞാൻ പറയാ കോൺഫിഡൻ്റ് ആയിരിക്കണം, സിമ്പിൾ എക്സാമിനേഷനാണ്. സോ ഒരു സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങാനായി ടൈം സ്റ്റിൽ റൈപ്പ് ആണെന്ന് തന്നെയാണ് സാർ വിശ്വസിക്കുന്നത്? അപ്പം സമയമുണ്ട്, നമ്മളതിനെ റൈറ്റായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നമ്മുടെ കണ്ടൻറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കിൽസും ഒക്കെ അഡ്രസ്സ് ചെയ്ത് പതിയെ പതിയെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള സമയം ഉണ്ട്. സോ ഓൺ ദാറ്റ് നോട്ട് സാറ് പറയുന്നത് വെച്ച് ഒരു കാര്യം തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു, അത് തുടങ്ങാനുള്ള ഏറ്റവും സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്നാണല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇന്ന് മുതലെങ്കിലും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയസ് ആസ്പിറൻസിനെല്ലാം തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.